അത് വെച്ച് കാര്യങ്ങൾ നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതുപോലെ ലോകത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാര് പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. കാരണം എന്താ, അവർക്ക് ഇന്ന് വരെ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ്. അപ്പൊ നമ്മൾ വെരി വെരി ലക്കി പേഴ്സൺ ആണ്. കാരണം നമുക്ക് എന്താണ് ക്രിപ്റ്റോ കറൻസി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അതിന്റെ ഫ്യൂച്ചർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താണ്? നമ്മുടെ മുമ്പിൽ വലിയൊരു ചാലഞ്ചും ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇതൊരു അവസരമാണ്. എന്തിനുള്ള അവസരമാണ്? ഫേക്ക് കമ്പനികൾക്ക് വരാനുള്ള ഒരു അവസരം കൂടിയാണ്. ഫേക്ക് കമ്പനികൾ ധാരാളം വരും. ഒരു സ്റ്റഡി പറയുന്ന, അടുത്ത ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റഡി ഒരു വാർണിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ അറിയോ? വരുന്ന ഒക്ടോബറിന് ശേഷം ഒരു മാസം ശരാശരി 300-ലധികം ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിൽ വരാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഒരു വർഷത്തിനകം 4000 ക്രിപ്റ്റോ കറൻസികൾ ഈ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. അപ്പൊ നമ്മുടെ PVC മറ്റെന്തായിരിക്കും അവസ്ഥ? 4000 ക്രിപ്റ്റോ കറൻസിയോട് നമ്മൾ മത്സരിക്കണ്ടേ? പുതിയതായിട്ട് വന്ന 4000 കമ്പനികളോട് നമ്മൾ മത്സരിക്കണം. അവിടെയാണ് നമ്മൾ ലക്കിയാണ്. കാരണം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി കമ്പനി അല്ലെങ്കിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ടോക്കൺ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നാണ്. ഇപ്പൊ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ തരാം. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം, മെറ്റാ ആർമി 100% സക്സസ് ഗ്യാരണ്ടീഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഗ്യാരണ്ടീഡ് ആണ്, സംശയമില്ല. ടൈം എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഗ്യാരണ്ടീഡ് ആണ്. കാരണം അതിന്റെ ലീഡേഴ്സ് എടുത്ത തീരുമാനം, അതുപോലെയുള്ള ലീഡേഴ്സ് ആണ് മെറ്റാ ആർമിയുടെ പിന്നിലുള്ളത്. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, ഒരുപാട് മേഖലയിലുള്ള ടെക്നീഷ്യന്മാരടക്കമുള്ള ഒരു ഗ്രൂപ്പാണ് മെറ്റാ ആർമിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സക്സസ് ഗ്യാരണ്ടീഡ് ആണ്. നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്നിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരു മാസം 300 ക്രിപ്റ്റോ കറൻസി, അതായത് ഏകദേശം 4000 ക്രിപ്റ്റോ കറൻസിയോട് വരുന്ന ഒരു വർഷത്തിൽ നമ്മൾ മത്സരിക്കേണ്ടിയിരിക്കുന്നു. ഇത് വലിയൊരു ചാലഞ്ചാണ്. അതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ കൃത്യമായും ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചും ഈ നമ്മുടെ കോയിനെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുക. കാരണം അറിയോ, മാർക്കറ്റിലുള്ള ആള് പേൾവേനെയും കാട്ടി ബെറ്റർ, PVCനെയും കാട്ടി ബെറ്റർ, ഒരു ദിവസം നിങ്ങൾക്ക് 2.0 അല്ല, നിങ്ങൾക്ക് 3% ഡെയിലി കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. തുടങ്ങി കഴിഞ്ഞത് വേണം സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ലിങ്കുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അബദ്ധം കാണിക്കാതിരിക്കുക. ഞാൻ കഴിഞ്ഞ 1.5 വർഷം 2 വർഷമായിട്ട് എന്റെ സഹോദരങ്ങളായിട്ടുള്ള എന്റെ വേണ്ടപ്പെട്ട ആളുകൾ പല ആളും എന്നോട് പല ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് ചോദിച്ചപ്പോഴും എനിക്ക് ലിങ്ക് അയച്ചെന്ന് ഞാൻ അവരോട് ഞാൻ വളരെ സഹോദരനെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ പോയി പെട്ടുപോകരുത്, നിങ്ങളെ പൈസ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവര് വിചാരിക്കുന്നത് അശോകൻ പേൾവേന്റെ ആളാണ്, PVC മറ്റൊരാളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് അവർ പല ആളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, പല ബിസിനസ്സിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇനിയും അതിന്റെ 100 ഇരട്ടി ശക്തിയോടുകൂടി നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന പല കമ്പനികളും പല ഓഫറുകളും നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന സുഹൃത്തുക്കളെ, വളരെ അലർട്ടായിരിക്കുക. ഞാൻ ഇന്നലെ നമ്മളെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ കോയിൻചെക്കോനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ കോയിൻചെക്കോ എല്ലാ ദിവസവും പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കോയിൻചെക്കോയിൽ കയറി നിങ്ങൾ വിശദമായി ഓരോ ദിവസവും നിങ്ങൾ നോക്കണം. കാരണം ഞാൻ മിനിയാന്ന് കാണിക്കാൻ പറ്റിയ ഒരു ലോ മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ച് ഞാൻ കുറച്ച് കമ്പനികളാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ അത് ഒന്നും കൂടി നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഇതിന്റെ ഗൗരവം നമ്മൾ ഓരോരാളും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറ്റും, നമ്മുടെ ടൈമും നമ്മളെ ഹാർഡ് ഏൺഡ് മണിയും നഷ്ടപ്പെടും. പേൾവേനെ സംബന്ധിച്ച് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ സക്സസ്ഫുൾ ആണ്. പക്ഷേ അബദ്ധം പറ്റാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഞാൻ ഒന്ന് കോയിൻചെക്കോയിലേക്ക് പോകാൻ പോകുന്നത് കാരണം കുറച്ച് നിങ്ങളെ വേദനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് മനസ്സിലായില്ലെങ്കിൽ, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അബദ്ധം പറ്റാനുള്ള സാധ്യത കുറെ കൂടി. ഞാൻ ഒന്ന് ജസ്റ്റ് കോയിൻചെക്കോയിലേക്ക് പോകാം പ്ലീസ്. ഒന്ന് ടച്ച് ചെയ്താൽ, 2 പ്രാവശ്യം ടച്ച് ചെയ്താൽ ശരിക്കും സ്ക്രീൻ വലുതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, ഇതിന്റെ ടോട്ടൽ ഗ്ലോബൽ മാർക്കറ്റ് ഗ്യാപ്പ്, ഡെയിലി നടക്കുന്ന ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും റൈറ്റ് സൈഡ് കസ്റ്റമൈസ് എന്ന താഴെ കാണുന്ന
മാർക്കറ്റ് ക്യാപ്പിന്റെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് BTC ETH കാണിക്കുന്ന അതിൽ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പൂജ്യമായത്, അതായത് ലിസ്റ്റ് ചെയ്ത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോയ കമ്പനികൾ, ക്രിപ്റ്റോകൾ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അബദ്ധം മിക്കവാറും. കാരണം എന്താ പറയുക, നല്ല സ്ട്രാറ്റജി ആയിട്ടായിരിക്കും ഓരോ കമ്പനിയും നമ്മുടെ അടുത്ത് സമീപിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. മാർക്കറ്റ് ക്യാപ്പ് പൂജ്യമുള്ള കമ്പനികൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് എത്രയുണ്ടെന്ന് അറിയാം സുഹൃത്തുക്കളെ? നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം. ഇത് നിങ്ങൾ തന്നെ പോയി നോക്കണം. ഇതിന്റെ റൈറ്റ് സൈഡിൽ 00, ലെഫ്റ്റ് സൈഡിൽ 1, 2 എന്നുള്ളിടത്ത് എന്താ ഉള്ളത്? ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ. പേരുകളല്ലോ എല്ലാം മാർക്കറ്റിൽ വിപണിയിലുള്ള അതേ പേരുകളാണ്. എന്താ വ്യത്യാസം? 1 or 2 അക്ഷരം കൂട്ടി മാറ്റിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ വേറൊരു പേരായിരിക്കും. പക്ഷെ അതിന്റെ ഷോർട്ട് ഫോം കിട്ടുമ്പോൾ BTC വരെ ഇതിനകത്തുണ്ട്. BTC പോലത്തെ 00 BTC എന്നായിരിക്കും. BTCന്റെ കൂടെ ഒരു പ്രത്യേക ഒരു പേരിട്ടുകൊണ്ട് ഇങ്ങനെ താഴോട്ട് നിങ്ങൾ പോകണം. ദയവായിട്ട് നിങ്ങൾ താഴോട്ട് പോകണം. നിങ്ങൾ ഡെയിലി ഇത് നോക്കണം. കാരണം നമ്മൾ പ്രലോഭനങ്ങൾക്ക് വഴിയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് താഴോട്ട് നിങ്ങൾ പോകണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4000-ത്തിലധികം ക്രിപ്റ്റോ കറൻസികൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂട്ടിപ്പോയിട്ടുണ്ട്. സുഹൃത്തുക്കൾ, അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പൂട്ടിപ്പോയത്? അത് നമ്മൾ മനസ്സിലാക്കണം. 4000 നിങ്ങൾ ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4000-ഓളം ക്രിപ്റ്റോ കറൻസികൾ കാണാൻ പറ്റും. ഇതേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ താഴോട്ട് പോയാൽ മതി. ഒരു അരമണിക്കൂർ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ പോലും ഇത് അവസാനിക്കില്ല. നിങ്ങൾ അരമണിക്കൂറിന് അവസാനിക്കില്ല. കാരണം എന്താ? ഇത് 4000-ത്തിലധികം ക്രിപ്റ്റോ കറൻസി കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂട്ടിപ്പോയിട്ടുണ്ട് മാർക്കറ്റിൽ. മിനിമം കണക്ക് പറയുന്നത് ഓരോ കമ്പനി ശരാശരി എടുത്താൽ 50 കോടിക്ക് മുകളിലാണ് കൊണ്ടുവരിക്കുന്നത്. എത്ര? 50 കോടിക്ക് മുകളിൽ ഒരു കമ്പനി ശരാശരിയാണ്. 5 കോടി കൊണ്ടുപോയ കമ്പനികളുണ്ട്, 10 കോടി കൊണ്ടുപോയ കമ്പനികളുണ്ട്, 100 കോടി കമ്പനികളുണ്ട്, 150 കോടി കമ്പനികളുണ്ട്, 500 കോടി കമ്പനികളുണ്ട്, 1000 കോടി കമ്പനികളുണ്ട്. ശരാശരി കൂട്ടിയാൽ പോലും ഒരു 50 കോടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് 80,000 കോടിയിലധികം പൈസ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കറിയാം, കുറെ കോയിന്റെ പേര് നമ്മൾക്ക് ഓരോരുത്തർക്ക് അറിയാം. എങ്ങനെ കൊണ്ടുപോകുന്ന ഈ സാഹചര്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. അതായത് ഇന്ന് 80,000 കോടിയാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ 2-3 ലക്ഷം കോടി കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ അടുത്തൊരു വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഇങ്ങനെയുള്ള ഗാംബ്ലിംഗ് കമ്പനികൾ. സുഹൃത്തുക്കൾ, ഇത് മനസ്സിലാക്കണ്ടേ. ഇപ്പൊ വന്നിരിക്കുന്ന ഈ പറഞ്ഞ 4000 കമ്പനികൾ എന്ന് പറഞ്ഞ 4000 ആൾക്കാർ വന്നതല്ല. ഒരേ ടീമായിരിക്കും 10-20 കമ്പനികൾ ഉണ്ടാക്കുന്നത്. 10-60 കമ്പനികളുണ്ട്. ഒന്ന് ഫെയിൽ ആകുമ്പോൾ അടുത്തത്. എന്തുകൊണ്ട്? അവർക്ക് ട്രേഡ് വോളിയം കുറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകും. അവരുടെ ലോ ട്രേഡ് വോളിയത്തിലേക്ക് പോകും. കുറഞ്ഞ് താഴോട്ട് പോയി അവസാനം ഒരു ഓടി ഇല്ലാണ്ട് അവസ്ഥ വരുമ്പോൾ ഈ കോയിൻജൊക്കെ പോലെ ആള് ലിസ്റ്റിൽ നിന്ന് അവർ ഔട്ടാവും. അതുപോലെ റെഗുലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതൊന്നും അവർക്ക് പാലിക്കാൻ പറ്റൂല. ആ ഇഷ്യൂ വന്നാൽ അവർ കട്ട് ചെയ്യും. അതുപോലെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഉപയോഗിക്കുന്ന ക്രമങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ അപ്പൊ തന്നെ അവർ കട്ട് ചെയ്യും. അതിലും പാട്ട് ഇമ്പോർട്ടന്റ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ അവരെ കട്ട് ചെയ്ത് കളയും.